സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ മാഷിനോട് ഞാൻ വലിയ റെസ്പെക്റ്റുള്ള ആളാണ്. കാരണം അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഹരിത MLA എന്നൊക്കെ പറഞ്ഞ് വരിക, അതിപ്പോൾ കുറച്ച് ഹരിതമൊക്കെ വിട്ടു, എന്നാൽ പോലും മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുക, നിലപാട് ശരിയോ തെറ്റോ അദ്ദേഹം നിലപാടെടുക്കുന്നു. ശരി തെറ്റുകൾ രാഷ്ട്രീയത്തിലില്ലല്ലോ. എടുക്കുന്നവർക്ക് ശരിയും മറ്റുള്ളവർക്ക് ശരിയും തെറ്റുമാകാം. ഇതാണല്ലോ നിലപാടിൻ്റെ രീതി. അല്ലെങ്കിൽ എടുക്കുന്നവർക്ക് തെറ്റും ബാക്കിയുള്ളവർക്ക് ശരിയും തെറ്റുമാകാം. നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെയാണ് സതീശനെ ഈ കാലഘട്ടത്തിൽ പറയേണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അൻവറിൻ്റെ കേസ് നിലമ്പൂരിൽ അൻവറിനെ എടുക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തു, അത് അദ്ദേഹം വിജയിപ്പിച്ചെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു, എടുത്തു. പക്ഷേ MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ താങ്കൾക്കൊരു നിലപാടുണ്ടായിരുന്നു, താങ്കളത്തിൽ വെള്ളം ചേർത്തു. അത് ശരിയായില്ല. അത് പോട്ടെ, അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സൈലൻ്റായി നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് ശവത്തിൽ കുത്തുന്ന പോലെ അതിനെ ഇട്ടിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ബോംബെന്നും പറഞ്ഞ് താങ്കൾ ഇന്നലെ വന്നു. എനിക്ക് താങ്കളോട് പറയാനുള്ളത്, ഈ ബോംബും കഥകളൊക്കെ മാറ്റി, അശ്ലീല കഥകളൊക്കെ മാറ്റി, ഓണത്തിന് ഒരുപാട് ആളുകൾക്ക് എന്ത് കിട്ടിയിട്ടില്ല, പെൻഷൻ കിട്ടുന്നില്ല, ആളുകൾക്ക് പിന്നെ ഓണം അലവൻസ് കിട്ടുന്നില്ല, ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അങ്കണവാടിക്കാർക്ക് പെൻഷൻ പറ്റിയവർക്ക് ഓണം അലവൻസ് കിട്ടാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ ഇന്നോ നാളെയോ താങ്കൾക്ക് പരാതി തന്നെ കൊണ്ടുതരും, പ്രതിപക്ഷ നേതാവുണ്ടെന്നില്ല. അതൊക്കെ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി ഓണം മനോഹരമാക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ അകത്ത് സർക്കുലറുകൾ കൊടുത്ത് പാർട്ടിക്കകത്ത് സീനിയർ നേതാക്കളായാലും ജൂനിയർ നേതാക്കളായാലും വനിതകളോട് കുറച്ചുകൂടി മര്യാദയായി പെരുമാറാനും, എന്നാൽ വനിതകളെ അവർക്ക് താല്പര്യമുള്ള വനിതകൾക്കും അവർക്കും പുരുഷന്മാർക്കും താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെ മറ്റുള്ളവർക്ക് പൊതുസമൂഹത്തിന് ശല്യമില്ലാതെ സ്വകാര്യമായി കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ബോംബുകൾ ഇങ്ങനെ എടുത്ത് അവിടുത്തെ ബോംബ് ഇവിടുത്തെ ബോംബെന്ന് പറഞ്ഞ് പൊട്ടിച്ച്, പിന്നെ BJP-യിൽ കൃഷ്ണകുമാറിനെതിരെ ഒരു ബോംബ് വന്നു, സന്ദീപ് വാര്യർ കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെ അശ്ലീല രാഷ്ട്രീയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സതീശൻ മാഷിൽ നിന്നൊന്നും അതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഇന്നലെ വളരെ വൈകാരികമായി, വളരെ ബോഡി ലാംഗ്വേജിലൊക്കെ വളരെ വൈബ്രൻ്റായിട്ട് ഇങ്ങനെ വിറച്ചു നിന്നത്, അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. താങ്കൾ പ്രതിപക്ഷ നേതാവാണ്. ഇതൊക്കെ താങ്കളെക്കാൾ ജൂനിയർ ആളുകൾ പറയട്ടെ. താങ്കൾ പത്രക്കാർക്ക് അങ്ങനെ പിടികൊടുക്കേണ്ട കാര്യമില്ല. താങ്കൾ വളരെ പ്രധാനപ്പെട്ട കാർഡിനലായിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് ഇവിടെ. GSTയുടെ പ്രശ്നങ്ങളുണ്ട്, വിലക്കയറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഓണത്തിന് എല്ലായിടത്തും സാധനങ്ങൾ വരാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫയലുകളുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ആ പ്രശ്നങ്ങൾ താങ്കൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ മനോഹരമായി പോട്ടെ. ഈ അശ്ലീല രാഷ്ട്രീയമൊക്കെ നമുക്ക് വേണ്ട എന്ന് വിചാരിച്ച് കോൺഗ്രസിനെ ആരെങ്കിലും ആക്രമിച്ചാൽ പ്രതിരോധിക്കേണ്ടെന്നോ പകരം ആക്രമിക്കേണ്ടെന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. അതൊക്കെ വേണം, പക്ഷേ അതല്ല നമ്മുടെ പ്രയോറിറ്റി എന്ന് താങ്കളൊന്ന് തിരുത്തിയാൽ ജനം താങ്കളെ കൂടെ വരും. താങ്കൾക്ക് കയ്യടി ഇരട്ടി കിട്ടും. താങ്കൾ മനോഹരമായി വരട്ടെ, താങ്കളുടെ നിലപാടുകൾ നന്നായി വരട്ടെ. താങ്കൾ തീർച്ചയായിട്ടും താങ്കളൊക്കെ നല്ല പ്രതീക്ഷയുള്ള നേതാവാണ്. ഇപ്പോൾ എന്ത് തന്നെയായിരുന്നാലും രമേശ് ചെന്നിത്തലയായാലും സതീശനായാലും KC വേണുഗോപാലായാലും നിങ്ങളെല്ലാവരും കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. നിങ്ങൾക്ക് വലിയ പ്രാഗൽഭ്യമുള്ളവരാണ്. അപ്പോൾ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഭരണത്തിൽ വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. നല്ല ടീമായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും ഈ അശ്ലീല രാഷ്ട്രീയ പരിപാടി നമുക്കൊന്ന് ഉപേക്ഷിക്കാം.